ബൈ ഡ്യൂക്ക് ഓഫ് ഫെറാറ അല്ലേ, അദ്ദേഹമാണ് നറേറ്റ് ചെയ്യുന്നത്. ഹു ഷോസ് എ പോർട്രേറ്റ് ഓഫ് ഹിസ് ലേറ്റ് വൈഫ് ദ ഡച്ചസ് ടു എ വിസിറ്റർ. ഓർമ്മയില്ലേ, അദ്ദേഹം ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ വീട് കാണിക്കുന്നതും ആ കൊട്ടാരത്തിനകത്ത് കൂടെ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഒരു സ്ഥലത്ത് പെട്ടെന്ന് നിൽക്കുകയും അവിടെ ഒരു കേട്ടൺ ഉണ്ടാവും, ആ കേട്ടൺ നീക്കിയിട്ട് പറയും, ഇതാണ് എൻ്റെ ലാസ്റ്റ് ഡച്ചസ് എന്ന് അല്ലേ. ആ പറയുന്നതും ആ വിസിറ്ററിനോട് ആ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതൊക്കെ ആയിരുന്നു ആ പോയം. നിങ്ങളത് ഓർത്തിരിക്കേണ്ടത് വിചാരിക്കേണ്ടത്, നമ്മൾ ക്ലാസ്സിൽ ഇതൊക്കെ ഒരുപാട് ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ് അല്ലേ. എന്നിട്ട് എന്താ അദ്ദേഹം പറയുന്നത്, ഹി എക്സ്പ്ലെയിൻസ് ദ സ്റ്റോറി ബിഹൈൻഡ് ദി പെയിൻറ്റിങ്. ആ പെയിൻറ്റിങ്ങിൻ്റെ പുറകിലുള്ള മറ്റ് കഥകൾ, എങ്ങനെയാണ് ആ പെയിൻറ്റിങ് വരച്ചത്, അപ്പോഴുണ്ടായ കാര്യങ്ങളൊക്കെ അദ്ദേഹം അതിൽ പറയുന്നുണ്ട്. അതിലൂടെ ഹി ഓട്ടോമാറ്റിക്കലി എന്താ പറയുക, അല്ലെങ്കിൽ അൺനോയിങ്ലി അല്ലേ, ഹി റിവീൽസ് ഹിസ് കൺട്രോളിങ് ആൻഡ് പൊസസീവ് നേച്ചർ. നമുക്കതൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അദ്ദേഹം നമുക്ക് ഓരോ വ്യക്തിയോട് സംസാരിക്കുമ്പോൾ അറിയാം അല്ലേ, ആ വ്യക്തിയുടെ സംഭാഷണ രീതികളും മറ്റു കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അദ്ദേഹം ഏത് തരക്കാരനാണ് എന്നല്ലേ. അപ്പോൾ ഈ ഡ്യൂക്ക് അറിയാതെ തന്നെ അദ്ദേഹത്തിൻ്റെ സ്വഭാവം ആ എന്താ പറയുക, വിസിറ്ററിനോട് അറിയിക്കുകയാണ്. അതിലൂടെ നമുക്കും അറിയാൻ പറ്റുകയാണ് അല്ലേ, എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ സ്വഭാവം എന്ന്. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, വെൻ ഹി അറൈവ്സ് അറ്റ് ദ പോർട്രേറ്റ് ഓഫ് ഹിസ് ലാസ്റ്റ് ഡച്ചസ്, അദ്ദേഹം പറയാണ്, ഷി വാസ് എ യങ് ആൻഡ് ചാമിങ് ഗേൾ അല്ലേ, വളരെ യങ്ങും നല്ല ചാമിങ് ആയിട്ടുള്ള പെണ്ണാണ്. പറയണമൊക്കെ കേട്ടാൽ വിചാരിക്കും നമ്മൾ നല്ല അല്ലേ, നല്ല വ്യക്തിയാണ് അദ്ദേഹം, കണ്ടില്ല അദ്ദേഹത്തിൻ്റെ ഭാര്യയെപ്പറ്റി പുകഴ്ത്തി പറയുന്നതെന്നൊക്കെ. ദെൻ ഡ്യൂക്ക് സ്റ്റാർട്ട്സ് റീകോളിങ് ദ പോർട്രേറ്റ് സെഷൻസ്. ആ പോർട്രേറ്റ് എങ്ങനെയാണ് വരച്ചത് എന്നൊക്കെ ഉള്ളത് അദ്ദേഹം റീകോൾ ചെയ്യാണ്. ഹി ക്ലെയിംസ് ദാറ്റ് ഷി ഹാഡ് എ ഡിസ്ഗ്രേസ്ഫുൾ നേച്ചർ ആൻഡ് സ്മൈൽ ടു മച്ച്. അവൾക്കൊരു കുഴപ്പമുള്ളതെന്ന് വെച്ചാൽ അവൾ വല്ലാണ്ട് ചിരിക്കും. നിങ്ങൾക്ക് കണ്ടിട്ട് ആ ഫോട്ടോ കണ്ടിട്ട് ആ പെയിൻറ്റിങ് കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നില്ലേ അവളുടെ ചിരി, അവൾ എപ്പോഴും അങ്ങനെ എല്ലാവരോടും ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് അദ്ദേഹം പറയാം, ഹി ഗോസ് ഓൺ ടു ഹിന്റ് ദാറ്റ് ഹി വാസ് ഇൻ ഫാക്ട് ദാറ്റ് വൺ ഹു പ്രോബബ്ലി കിൽഡ് ഹർ. അദ്ദേഹം തന്നെ ആണ് അത് എന്താ പറയുക അറിയാതെ പറഞ്ഞു പോകുന്നത്. അതായത് ഇവളുടെ ചിരി തന്നെയാണ് ഇവൾക്ക് നാശമായതെന്നുള്ള രീതിയിൽ അല്ലേ. അദ്ദേഹത്തിന് അത് പറയാതിരിക്കാനും പറ്റുന്നില്ല, അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ആ ഒരു രോഷം. അപ്പോൾ ആ പോയം നമുക്ക് ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ റോബർട്ട് ബ്രൗണിങ് എന്താ ചെയ്യുന്നത്, അദ്ദേഹം ശരിക്കും ആ ഡീപ്പ് തോട്ട്സ് അദ്ദേഹത്തിൻ്റെ വർക്കിൽ നമുക്ക് കാണാം. പീപ്പിളിൻ്റെ സൈക്കോളജിക്കലി എങ്ങനെയാണ് ഓരോ വ്യക്തിയുടെ മനസ്സ് പോകുന്നത്, ആ രീതിയിലുള്ള കവിതകളൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ വർക്കിൽ നമുക്ക് കൂടുതൽ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഡ്യൂക്ക് ഓഫ് ഫെറാറ ആരോടാണ്, ഒരു എൻവോയ് ആയിട്ട് കോൺവെർസേഷൻ നടത്തുകയാണ്. അദ്ദേഹമാണ് അതിലെ എന്താ പറയുക സ്പീക്കർ. അങ്ങനെ ഡ്യൂക്ക് ഈസ് ലുക്കിംഗ് ടു മാരി കൗണ്ട്സ് ഡോട്ടർ. കൗണ്ടിൻ്റെ ഡോട്ടറിനെ വിവാഹം കഴിക്കാൻ അദ്ദേഹം വിചാരിച്ചിരിക്കുകയാണ്. അതിന് വേണ്ടിയിട്ടാണ് ഈ എൻവോയ് അവിടെ വന്നിട്ടുള്ളതും. ആ മെസ്സഞ്ചറിനോട് ഇദ്ദേഹം എല്ലാ കാര്യങ്ങളും റിവീൽ ചെയ്യുകയാണ്. ഇറ്റ് ഈസ് ബിക്കോസ് ഹി ലോസ് ഹിസ് വൈഫ് റീസെൻ്റ്ലി. ഈ അടുത്ത് എൻ്റെ ഭാര്യ മരിച്ചുപോയി അല്ലേ, അതുകൊണ്ടാണ് ഞാനൊരു പുതിയ പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നതെന്നുള്ള രീതിയിൽ സംസാരിക്കുന്നു. ദസ് ഹി ഈസ് ഷോയിങ് ദ എൻവോയ് അറൗണ്ട് ഹിസ് പാലസ്. ആ പാലസ് മുഴുവൻ നടന്ന് കാണിക്കുകയാണ്. ത്രൂ ഔട്ട് ദ ടു വി ലേൺ ഷോക്കിംഗ് റെവലേഷൻസ് അബൌട്ട് ദ ഡ്യൂക്ക്. അദ്ദേഹം സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് നമുക്ക് അദ്ദേഹത്തിനെ കുറിച്ചും അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ചൊക്കെ നമുക്ക് നല്ല ഷോക്കിംഗ് ആയിട്ടുള്ള വെളിപാടുകളാണ് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഐറണിയാണ് അല്ലേ, നോക്കാം. ഓൺ ദ ടു ഹി കംസ് അക്രോസ് എ പോർട്രേറ്റ് ഓഫ് ഹിസ് ലാസ്റ്റ് ഡച്ചസ്. ഹി ബിലീവ്സ് ദാറ്റ് ദ പെയിൻറ്റർ ഹാസ് ക്യാപ്ചർഡ് ദ സ്പെക്ടക്കിൾ ഓഫ് ദ ഡച്ചസ് ഗ്ലിംസ് അല്ലേ. അദ്ദേഹം പറയുന്നത് വളരെ നന്നായിട്ട് കൃത്യമായി വിശദമായിട്ട് ഈ പെയിൻറ്റർ അവളെ വരച്ചിട്ടുണ്ട് എന്ന്. ആ പറയുന്നതിൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക, അദ്ദേഹത്തിൻ്റെ ഭാര്യയെ മറ്റൊരാൾ ഇത്രയും വ്യക്തമായിട്ട് വരയ്ക്കണമെങ്കിൽ അവൾ അങ്ങനെ ഇരുന്ന് കൊടുത്തിട്ടാന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറയാതെ പറയുന്നത് അല്ലേ. പിന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത്, ഹി ഓൾസോ സേസ് ദാറ്റ് ഹെർ ഡീപ്പ് ആൻഡ് സെൽഫ് ഗ്ലാൻസ് വാസ് നോട്ട് ജസ്റ്റ് ഫോർ ദി ഡ്യൂക്ക് ആൻഡ് ഹെർ നേച്ചർ വാസ് ക്വൈറ്റ് ജോവിയൽ. എല്ലാവരോടും ഭയങ്കര ജോവിയലായിട്ട് സംസാരിച്ച് നടക്കുന്ന ഒരു പെണ്ണാണ് അവൾ എന്ന് അല്ലേ. എന്നോട് മാത്രമൊന്നല്ല എന്ന് അവിടെയും നമുക്ക് മനസ്സിലാവുന്നുണ്ട്. എന്നോട് മാത്രമല്ല, അതായത് അദ്ദേഹമാണ് അവളുടെ ഭർത്താവ് അല്ലേ, ഭർത്താവിനോട് മാത്രമല്ല നാട്ടുകാരോട് പോലും അവളെല്ലാം ചിരിച്ച് കളിച്ച് തന്നെയാണ് നടക്കുന്നതെന്ന്. അതും ഒരു ശരിയല്ലാത്ത സംസാരമായിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. Thus we see how her jovial nature did not go down well with him. ആ ഒരു ജോവിയൽ നേച്ചർ
അയാൾക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് അത് അവളുടെ മരണത്തിലേക്ക് എത്തിക്കുന്നതെന്ന് നമുക്കിതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. ദ ഡ്യൂക്ക് ബിലീവ് ദാറ്റ് ഷി വാസ് ഫ്ലേർട്ടിങ് വിത്ത് ഓൾമോസ്റ്റ് എവ്രി വൺ. അദ്ദേഹം ബിലീവ് ചെയ്തെന്താ, എല്ലാവരോടും ഫ്ലേർട്ട് ചെയ്തുകൊണ്ട് നടക്കുകയാണ് ഇവൾ എന്ന്. ഇറ്റ് ബിക്കംസ് ക്ലിയർ ദാറ്റ് ഹി ഈസ് വെരി കൺട്രോളിങ് ആസ് എ ഹസ്ബൻഡ്, അല്ലേ? ഇങ്ങനത്തെ കൺട്രോളിങ് ഹസ്ബൻഡ്സിന് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ തന്നെ നമുക്ക് ചുറ്റുവട്ടത്ത് കാണാൻ സാധിക്കും, അല്ലേ? ഇങ്ങനെ മറ്റുള്ളവരോട് ചിരിക്കാൻ പാടില്ല, മറ്റുള്ളവരോട് ജോവിയലായിട്ട് സംസാരിക്കാൻ പാടില്ല എന്നൊക്കെ ഞാൻ തന്നെ നിങ്ങളോട് എൻ്റെ ഒരു റിലേറ്റീവിൻ്റെ സ്റ്റോറി നിങ്ങളോട് ഇത് എടുക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലേ? അവർ ഡിവോഴ്സ്ഡ് ആയതും അവരുടെ ലൈഫ് എങ്ങനെയായിരുന്നു എന്നും ഒക്കെ. വല്ലാത്ത അവസ്ഥയാണ് നമ്മളിത് കാണുമ്പോൾ, അല്ലേ? ഇതൊക്കെ ഓരോരുത്തരുടെ സൈക്കോളജിക്കൽ നേച്ചേഴ്സാണ്. ഇത് നമുക്ക് ആർക്കും പെട്ടെന്നൊന്നും കിട്ടില്ല. അത് റിവീൽ ആവണമെങ്കിൽ അവരോടൊക്കെ സംസാരിച്ച് അവരുമായിട്ട് നല്ലോണം കമ്പനി ആയി കഴിഞ്ഞാൽ പിടികിട്ടും ഇത് മുന്നോട്ട് പോകാൻ പറ്റുന്നതാണോ അല്ലേ എന്ന്. ആസ് ഹി റീകോൾസ് ഹർ നേച്ചർ ഹിസ് ടോൺ ഗ്രോസ് ഹാർഷർ, അല്ലേ? പിന്നെ അവളെപ്പറ്റി പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഹിസ് ടോൺ ഗ്രോസ് ഹാർഷർ. അവളുടെ ചിരി ആ രീതിയിലായി അയാളുടെ വർത്താനം. ഹ്യൂമൻസ് ആൻഡ് നേച്ചർ ബോത്ത് ഇംപ്രസ് ദ ഡച്ചസ് ഈസിലി വിച്ച് വാസ് നോട്ട് ആക്സെപ്റ്റബിൾ ടു ഹ്യൂം. മനുഷ്യനായാലും പ്രകൃതിയായാലും എല്ലാം അവൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അവൾ എന്ത് കണ്ടാലും സന്തോഷിക്കുന്ന, ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും സന്തോഷിക്കുന്നൊരു നേച്ചറായിട്ടുള്ള ഒരു പെൺകുട്ടിയായിരുന്നു. അത് അവന് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. കാരണം അവനല്ലാതെ അല്ലെങ്കിൽ അദ്ദേഹത്തിന് കൊടുക്കുന്ന അതേ മൂല്യം എല്ലാവർക്കും കൊടുക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിന് എന്താ വില എന്നാണ് അദ്ദേഹം ചിന്തിച്ചിരുന്നത്. അപ്പം നമ്മൾ ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ ഹി ഡിസൈഡ് ടു ടീച്ച് ഹെർ ടു ലവ് എവറിത്തിങ് സോ ഈസിലി. നീ എല്ലാത്തിനെയും അങ്ങനെ തന്നെ സ്നേഹിച്ചോ, അല്ലേ? കോൺസിക്വൻ്റ്ലി വി ലേൺ ദാറ്റ് യു പ്രോബബ്ലി കമാൻഡഡ് ടു കിൽ ഹെർ. ഇങ്ങനെ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇവള് എന്ത് ചെയ്യുക, ഇനി ഇവിടെ വെക്കുന്നത് വലിയ കാര്യമൊന്നുമല്ല, മതി നിൻ്റെ സ്നേഹവും ഇതൊക്കെ എന്നുള്ള രീതിയിലാണ് ഹി ഡിസൈഡഡ് ടു കിൽ ഹെർ. ആഫ്റ്റർ ദാറ്റ് ഹി കാഷ്വലി ഗെറ്റ്സ് ബാക്ക് ടു ദ ബിസിനസ് അറ്റ് ഹാൻഡ്. ഇത് കഴിഞ്ഞിട്ട് അയാൾ അടുത്ത തീരുമാനം എടുത്തു, എന്ത്, പുതിയ വിവാഹം കഴിക്കാമെന്ന്, അല്ലേ? ഹി അക്കമ്പനീസ് ദ എൻവോയ് ബാക്ക് ടു ദി കൗണ്ട് ആൻഡ് ഫർദർ ഹി ഓൾസോ ആസ്ക്ഡ് ഫോർ ഹൈ ഡൗറി. നല്ല ഡൗറിയൊക്കെ ചോദിച്ചിട്ടാണ് കെട്ടുന്നത് കേട്ടോ. ഓൾദോ ഹി മെൻഷൻസ് ദാറ്റ് ഹിസ് ഡോട്ടർ വിൽ ബി ഇന്നഫ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു കുറവുമില്ലാതെ നോക്കിക്കോളൂന്ന്, അല്ലേ? അത് നമുക്ക് മനസ്സിലായില്ലേ? ഇപ്പോൾ ഒരു പെയിൻറ്റിങ് ആയി മാറി. അദ്ദേഹത്തിൻ്റെ സ്വത്ത് തന്നെ ഇപ്പോൾ വേറെ ആർക്കും കാണാൻ പറ്റില്ലല്ലോ. അദ്ദേഹം കേട്ടനൊക്കെ ഇട്ട് അതിൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുക അദ്ദേഹത്തിൻ്റെ ഭാര്യനെ, അല്ലേ? മറ്റാർക്കും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പൊസസീവ് നേച്ചർ നമുക്കിവിടെ കാണുന്നില്ലേ? അദ്ദേഹത്തിൻ്റെ ഒരു കൺട്രോളിങ് നേച്ചർ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഓൺ ദ വേ ഔട്ട് ഹി ഷോസ് ദ എൻവോയ് അനദർ ആർട്ട് പീസ് ഫ്രം ഹിസ് കളക്ഷൻ. പിന്നെയും മുന്നോട്ട് പോകുമ്പോൾ അദ്ദേഹം വേറൊരു കളക്ഷനോടെ കാണിക്കുന്നുണ്ട് കേട്ടോ. ആ കളക്ഷനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്താ വെച്ചാൽ ഒരു കൺട്രോളിങ് നേച്ചറാണ്, ഒരു ടീമിങ്, ഒരു ഹോഴ്സിനെ ടീം ചെയ്യുന്ന ഒരു പിക്ചറാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് അദ്ദേഹത്തിൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൺട്രോളിങ് നേച്ചറാണ്. അപ്പോൾ ഇറ്റ് ഡിപ്പിക്സ് ദ ഹാർഷ് റിയാലിറ്റി ഓഫ് കൺട്രോളിങ് മാരേജസ്, ഡോമിനേറ്റിംഗ് ഹസ്ബൻഡ്സിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്, അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പോയം എഴുതുന്ന കാലഘട്ടം നിങ്ങൾക്ക് ഓർമ്മയില്ലേ? നമ്മൾ പഠിച്ചതാണ്, അല്ലേ? വിക്ടോറിയൻ കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിലുള്ള സ്ത്രീകളുടെ അവസ്ഥ എങ്ങനെയായിരുന്നു, അല്ലേ? എല്ലാവരാലും കൺട്രോൾ ചെയ്യപ്പെട്ട ഒരു അവസ്ഥയായിരുന്നു. സ്ത്രീക്കൊരു വാല്യൂ ഇല്ലാത്തൊരവസ്ഥയായിരുന്നു. ഈവൻ എഴുത്തുകാർ പോലും, സ്ത്രീ എഴുത്തുകാർ പോലും എങ്ങനെയായിരുന്നു, അവരുടെ പേരുകളൊക്കെ എന്താ പറയുക, തൂലികാനാമം മാറ്റി എഴുതിയിട്ട് ആണുങ്ങളുടെ പേരിലൊക്കെയാണ് അവർ എഴുതിയിരുന്നത്. കാരണം ഇതൊരു സ്ത്രീ എഴുതിയതാണ് എന്ന് റിവീൽ ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ആളുകൾ വായിക്കാൻ പോലും തയ്യാറാവില്ല. കാരണം സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നും ഒരു അടിമ, അല്ലെങ്കിൽ എന്താ പറയുക, ആണിന് താഴെ നിൽക്കേണ്ടതാണ് എന്നുള്ള ഒരു കോൺസെപ്റ്റാണ് വിക്ടോറിയൻ ഏജിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ കാലഘട്ടത്തിലുള്ള പോയത്തിലൊക്കെ നമുക്ക്, അല്ലെങ്കിൽ ആ കാലഘട്ടത്തിലെ മറ്റു വർക്ക്സിലും നമുക്ക് ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ കാണാൻ സാധിക്കും. അപ്പം